മന്ത്രി വി അബ്ദുറഹിമാൻ ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ചാനലിനോടൊപ്പം ചേരുന്നുണ്ട്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രക്ഷോഭ രംഗത്തുണ്ട്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിലവിൽ +1 ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ അഡ്മിഷൻ പൂർത്തിയാകുമ്പോൾ ഏകദേശ ധാരണയിൽ സീറ്റുകൾ ആവശ്യത്തിനുണ്ടാവുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സംസ്ഥാനത്തിന് ധാരാളം സീറ്റുകൾ ഒഴിവ് വരികയാണ്. മലബാറിൽ ഇനിയും സീറ്റ് ലഭിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെ കൂടി പൂർണ്ണമായും ഉൾക്കൊള്ളാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് തീർച്ചയായും നടക്കും. അപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അത് പ്രതിപക്ഷ കക്ഷികൾ സമരം ചെയ്യട്ടെ, അവരുടെ ഒരു അവകാശമാണ്. പക്ഷെ അത്തരത്തിലുള്ള സംഭവം ഇല്ല എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇന്ന് 3 മണിക്ക് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ ഞാൻ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് നിലവിൽ ആശങ്കകൾക്കിടയില്ല. എത്ര സീറ്റാണോ അവിടെ ഒഴിവ് വരുന്നത് കേരളത്തിൽ അത് നോക്കി മലബാറിലും മലപ്പുറത്തും സീറ്റിന് കുറവുണ്ടെങ്കിൽ അതിന് വേണ്ട നടപടികളെടുക്കും. വേണ്ടി വന്നാൽ നമ്മുടെ സർക്കാർ ഹൈസ്കൂളുകൾ ഉണ്ട് ഇനിയും ജില്ലയിൽ, അത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള നടപടികൾ കൈക്കൊള്ളും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മറ്റൊരു ആശങ്കയ്ക്കിടയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇപ്പോൾ മറ്റൊരു രീതിയിൽ കിട്ടിയൊരു വാർത്തയിൽ 50,000-ലധികം സീറ്റുകൾ സംസ്ഥാനത്ത് ഒഴിഞ്ഞു കിടക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പരിശോധിക്കട്ടെ. ജില്ലയിലെ വിദ്യാർത്ഥികൾക്കോ രക്ഷകർത്താക്കൾക്കോ ഒരു ആശങ്കയും വേണ്ട. ഇപ്പോൾ മറ്റൊരു വിഷയം, മലബാറിലെ ട്രെയിൻ യാത്രക്കാരുടെ ഒരു ദുരിതവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി പല ഘട്ടങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ തിരൂരിൽ ഉൾപ്പെടെ ഇല്ലാത്ത യാത്രക്കാരെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങ് നിരവധി തവണ അക്കാര്യത്തിൽ ഇടപെട്ടിട്ടുമുണ്ട്. എന്താണ് നിലവിലൊരു സാഹചര്യത്തെ വരുന്നത്? വന്ദേ ഭാരത് ട്രെയിൻ നമ്മുടെ മലബാറിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. അത് നല്ല രീതിയിൽ തന്നെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വേഗത കൂട്ടുന്നതിൻ്റെ ഭാഗമായി നിരവധി ട്രെയിനുകൾ, അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന ട്രെയിനുകൾ നമ്മുടെ മംഗലാപുരം മുതൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ധാരാളം ട്രെയിനുകൾ വഴിയിൽ പിടിച്ചിടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇത് ബന്ധപ്പെട്ട റെയിൽവേയുടെ മന്ത്രി അടക്കമുള്ളവരെ നമ്മൾ ധരിപ്പിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ ആ കാര്യം അറിയിച്ചിട്ട് അവർ കിട്ടിയ മറുപടി അനുസരിച്ച് ചില ട്രെയിനുകളുടെ സമയത്തിൽ ക്രമീകരണം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ ചില ട്രെയിനുകൾ വൈകി പുറപ്പെടുക്കാനുള്ള സംവിധാനമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും യാത്രക്കാർ നല്ല രീതിയിൽ ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശാശ്വതമായി പരിഹാരം വേണമെന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. റെയിൽവേ ആ കാര്യത്തിൽ ഘട്ടം ഘട്ടമായി നടപടി എടുക്കാം എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 3rd ലൈൻ റെയിൽവേ എറണാകുളം ഷൊർണൂർ 3rd ലൈൻ നിർമ്മിക്കാനുള്ള നടപടികൾ ഇപ്പോൾ റെയിൽവേ എടുത്തു വരികയാണ്. ബ്രൗൺ ബുക്കിൽ ഇതുമായി ഉള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. അതുകൂടി വരുമ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ പരിഹരിച്ചു പോകാൻ സാധിക്കും. മലബാറിലെ യാത്രാ ക്ലേശത്തിൽ നിരവധി തവണ പരാതി കൊടുത്തിട്ടും ഇപ്പോൾ പറയുന്നത് കൊറിഡോർ മെയിൻ്റെനൻസ് പോലെയുള്ള കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പറയുന്ന ചില ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ഇവരെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലബാറിൽ ഈ ഒരു പ്രതിസന്ധി രൂക്ഷമാണ് എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾ പറയുന്നതിന് ധാരാളം പരാതികൾ നമുക്ക് വരുന്നുണ്ട്. അത് കൃത്യമായി തന്നെ ബന്ധപ്പെട്ട റെയിൽവേയുടെ ഉദ്യോഗസ്ഥർക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട്, റെയിൽവേ ബോർഡിന് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഇത് വന്ദേ ഭാരത് ഞാൻ പറഞ്ഞല്ലോ ആവശ്യമുള്ള ട്രെയിനാണ്. പക്ഷെ അതുകൊണ്ട് മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതിൽ നിന്നും റെയിൽവേ മാറണം. അവർക്ക് കൂടി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണം. അതിലുള്ള നടപടി എടുക്കാമെന്നാണ് റെയിൽവേ ഇപ്പോൾ അറിയിച്ചുള്ളത്. തീർച്ചയായും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ പ്രതിഷേധം ഇതിലുണ്ട്, അത് കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായി അങ്ങും ന്യൂനപക്ഷ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിലെ ഈ റിസൾട്ടുകൾക്ക് ശേഷം രൂക്ഷമായ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ വരുന്നുണ്ട്. വിശേഷം മതസമുദായിക സംഘടനകളുടെ ഭാഗത്ത് ഉൾപ്പെടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് CPM ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച പല ഇരട്ടത്താപ്പുകളും വിശേഷം സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച പല നയങ്ങളുമാണ് അവർക്ക് തിരിച്ചടിയായത് എന്നുള്ളത്. മതനിരാസമാണ് CPM വെച്ച് പുലർത്തുന്ന വിമർശനങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ തന്നെ പരാജയപ്പെട്ടു. ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ അവരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറല്ല. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിനായി എതിരായിട്ടുള്ള ശക്തമായുള്ള വികാരം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ തൃശ്ശൂരിൽ നടന്നിട്ടുള്ള വ്യത്യസ്തമായുള്ള സംഭവമാണ്. അതിൻ്റെ കാര്യകാരണങ്ങൾ ആ നാട്ടിലെ എല്ലാവർക്കും എങ്ങനെയാണ് അവിടെ വിജയിച്ചതും എങ്ങനെയാണ് UDFൻ്റെ വോട്ടുകൾ ചോർന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത്
കഴിഞ്ഞ തവണയും ഇതേപോലെ തന്നെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരായി ശക്തമായുള്ള ജനവികാരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു വികാരം ഇത്തവണയും ഉണ്ടായി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം അത് പാർട്ടി നല്ല രീതിയിൽ തന്നെ പരിശോധിക്കുകയാണ്. അതിനുശേഷം കൃത്യമായി തന്നെ പാർട്ടി തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കും. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ ഒരു ചെറിയ പരാജയം സംഭവിച്ചോ? നമുക്ക് അതൊക്കെ ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതായിരുന്നെല്ലാം കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം ഈ പറയാൻ കഴിയും. മുസ്ലിം ന്യൂനപക്ഷമാണോ അതല്ല മറ്റു ചില വോട്ടുകളാണോ നമുക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ളതെല്ലാം അറിയേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് സ്പഷ്ടമാണ്, ശക്തമായിട്ടുള്ളൊരു കേന്ദ്ര വിരോധം, അപ്പോൾ കേന്ദ്രത്തിനെതിരെയുള്ള ജനവികാരം ഉണ്ടായി. അത് ഒരു രീതിയിൽ കോൺഗ്രസിനെ സഹായിച്ചു എന്നുള്ളത് സത്യമാണ്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ പോലീസിൻ്റെ പല നടപടികളും ഇപ്പോൾ വിശേഷം അങ്ങയുടെ മണ്ഡലമായ താനൂരിൽ CPM പോലീസിനെതിരെ രംഗത്ത് വന്നൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പം സംസ്ഥാന കമ്മിറ്റിയിൽ പോലീസിനെതിരെ വിമർശനം ഉയർന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ പോലീസിന് ഗവൺമെൻറ് നയപ്രകാരമാണ് അവർ വർക്ക് ചെയ്യേണ്ടത്. അതിന് വ്യതിരിച്ചുള്ള പോലീസിൻ്റെ നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പരിശോധിച്ച് നടപടികളുണ്ടാകും. അദ്ദേഹം കഴിഞ്ഞ നിയമസഭയിൽ വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ്റിന് നയമുണ്ടാവും. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസും മറ്റുള്ള ഏത് വകുപ്പുകളും പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ പോലീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള എല്ലാ അധികാരവും ഇപ്പോൾ ഈ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനെ തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ താനൂരിലെ സംഭവം ഒരൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അതൊന്നും ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. തീർച്ചയായും അത് തന്നെയാണ്. സമകാലിക വിഷയങ്ങളിലാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിലപാട് വ്യക്തമാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടപ്പിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.